ലീഡർമാർ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അത് സീരിയസ്ലി മുന്നോട്ട് വെച്ചതാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, നമ്മുടെ ജോബ് സെക്ടറിൽ വരുന്ന ക്രൈസിസ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖല കേട്ട ആൾക്കാരാണോ നിങ്ങൾക്ക് അല്ലെ? ജെമിനായി എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൈവയ്ക്കുക. ജെമിനായി എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെ? മെറ്റാവേഴ്സിന് എന്തെങ്കിലും ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ AI സെക്ടറിലൊക്കെ അല്ലെ എത്ര ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇനി ഹൗ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനി നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോബോട്ടിക്കൽ ഇറ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ജോലിയാ തെറിക്കാത്തെന്ന് പറയാൻ വയ്യ. എന്ത് ജോലിയും ഇന്ന് റോബോട്ട് ചെയ്യുന്നുണ്ട്, ആണോ അല്ലേ? ഏത് എഡിറ്റിംഗ് ആയാലും ഗ്രാഫിക്സ് ആണെങ്കിലും, ഈവന്തോ ഇന്ന് കോർട്ടില് വരെ, ഈവന്തോ ഇപ്പോ എന്താ പറയാ, നമീബിയ ആണോ അതല്ലെങ്കിൽ അൾജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് പുതിയ മന്ത്രി വന്നു, റോബോട്ടിക്കൽ മിനിസ്റ്റർ വന്നു. എന്തിനെതിരെ? കറപ്ഷനെതിരെ. അയാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വീഡിയോയുടെ ലേഡിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പൊ രാഷ്ട്രീയക്കാരും ചിന്തിച്ചോടി തെറിക്കാൻ പോവാണ്. മന്ത്രി എല്ലാ പരിപാടിയും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കോർട്ടിൽ വലിയൊരു തീരുമാനം, നമ്മളുടെ UK ബേസ്ഡ് ആയിരിക്കുന്ന കൺട്രീസിൽ വലിയൊരു കേസ് തീരുമാനിച്ചത് നമ്മുടെ AI സെക്ടറിലെ റോബോട്ടിക്കൽ ലെവലിലുള്ള ഒരു ജഡ്ജാണ്. മൂപ്പരാണ് എന്ത് ചെയ്തത്, അവിടുത്തെ റൂൾസ് ആൻഡ് വയലേഷനെതിരെയുള്ള നിയമങ്ങൾ പാസ്സാക്കിയത്. അപ്പൊ LLBയും ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും, ആണോ അല്ലേ? അങ്ങനെ വന്നാൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് നമ്മൾ ടീച്ചിങ്ങും ട്രെയിനിങ്ങിലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യമേ മാറിയത്, ട്രെയിനർ ആയതുകൊണ്ട് 10 കൊല്ലം മുന്നേ തന്നെ വരാൻ പോകുന്ന യുഗം ടീച്ചിങ് ഫീൽഡ് അത് തികച്ചും റോബോട്ട്സ് ഏറ്റെടുക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് എന്നതല്ലാതെ ഞാൻ വേറെ എന്തൊക്കെ പോകുന്നു എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ആ സാധനം റോബോട്ട് എടുക്കുന്നു ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പം പോകാനൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ തിരിച്ചറിഞ്ഞത് MI ലൈഫ് സ്റ്റൈൽ ഈ പ്രൊജക്ടിനകത്തുള്ള പ്രധാനപ്പെട്ട ഒന്ന് വരുന്നത് വെൽനെസ് റെവല്യൂഷൻ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് മനുഷ്യരാശി ഉള്ള കാലത്തോളം ഒരു പ്രസ്ഥാനത്തിനും തോൽപ്പിക്കാൻ പറ്റാതെ ഒരു പ്രൊജക്ട് കിയാമനാൾ വരെ ബാക്കിയാവും. ആ പ്രൊജക്ടിന്റെ പേരാണ് വെൽനെസ് റെവല്യൂഷൻ. അതുകൊണ്ട് ഇത് ഒരിക്കലും നശിക്കില്ല. നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് അതിന്റെ ലോഞ്ചിവിറ്റി, അതിന്റെ എത്രമാത്രം ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്, അത് നമ്മൾ അളന്നു നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രൊജക്ടിന് 2 കാര്യങ്ങളാണ് വിജയം ഉണ്ടാക്കുന്നത്. ഒന്ന്, ഞാനൊരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനൊരു കടയിലാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അത് വാട്ടവർ, അത് ഹോട്ടലാണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ത് പലചരക്ക് കടയാണെങ്കിലും ആ കടയിൽ കൂടുതൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടിയാൽ, സർവീസ് വലുതായാൽ അല്ലേ പൈസ കൂടുന്നത്, ആണോ അല്ലേ? അപ്പോഴല്ലേ മുതലാളിക്ക് കൂടുതൽ പൈസ വരിക. ഇപ്പൊ ഞാനൊരു ചായക്കട നടത്തുന്നുണ്ട്, അതിലേക്ക് 10 ആള് വന്ന് ചായ അടിച്ചാലുള്ള പൈസയല്ല 100 ആള് വന്ന് ചായ അടിച്ചാൽ ഡിഫറെന്റ് ആണോ അല്ലേ? സോ സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തുന്ന പ്രൊജക്ട് എത്ര വലുതാവാൻ സാധ്യതയുണ്ട് എന്ന് തുടങ്ങുന്ന ആള് ചിന്തിക്കണം. പക്ഷെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, മൈ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 145 കോടി കസ്റ്റമേഴ്സിന് സാധ്യതയുള്ള പ്രൊജക്റ്റിലാണ് നിങ്ങൾ ഒപ്പിട്ടത്. മറ്റൊരു പ്രൊജക്റ്റും അത്രയും ഫാസ്റ്റ് ആയിട്ട് എത്തില്ല. കാര്യം എന്താണ്? ഈ പ്രൊജക്ട് ലാൻഡ് ഇല്ലാതെ പറക്കാൻ പറ്റിയ സാധന, ടൈം ഇല്ലാതെ നടത്താൻ പറ്റിയ സാധന, ആണോ അല്ലേ? രാത്രി 10 മണിക്ക് ഒട്ടുമിക്ക ലീഡർമാരും ഒരു പക്ഷേ പുതിയ ആളെ തിരയാണ്. അപ്പൊ ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ബിസിനസിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കും. അപ്പൊ ഇരിക്കുന്ന സമയത്ത് എന്നാലും കാര്യങ്ങൾ തീരുമാനിച്ച് നാളത്തെ വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പറയും ഒന്ന് ഓൺലൈൻ നോക്കാണെന്ന് പറയും. അപ്പൊ ആരെങ്കിലും ഇവിടെ ഓൺലൈൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പില് ഹായ് ഹോയ്, അവിടുന്ന് ഹായ് ഇട്ട് അവിടുന്ന് ഹോയ് വരും. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റൈൽ അല്ലേ? ഉറങ്ങിയോ? ഉറക്കാൻ വന്നില്ല. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെ വെറുതെ കിടക്കാണ്. എന്നാ വേഗം പുറത്തേക്ക് ഇറങ്ങി നേരെ ആ വീട്ടിൽ വേണ്ടി എടുത്ത് പോകും, അവനോട് ഞാൻ പ്ലാൻ കൊടുക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി. ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, ഓൺലൈനും ഇല്ല എന്ന് ഉറപ്പായാലും ഞങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വീട്ടിൽ പോകാൻ പാടുള്ളൂ. ആ ഒരു ലെവലിൽ തുടക്കം ഉണ്ടായിരുന്നു. സോ ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എല്ലാ കടകളും ഷട്ടർ ഇട്ടാലും അന്നും വർക്ക് ചെയ്യുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് MI ലൈഫ് സ്റ്റൈൽ ആയിരിക്കും.